ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആട്ടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മുതലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് ഒറോട്ടിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇതാ ഒറോട്ടി റമിൾത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി ചിക്കൻ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതവിടെ ഞാൻ ഉള്ളി തക്കാളി അങ്ങനത്തതൊക്കെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിലേക്ക് കോംബോ ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒറോട്ടിയിലേക്ക് ഒന്നുകിൽ ബീഫ് വരട്ട്, ചിക്കൻ വരട്ട്, അല്ലെങ്കിൽ നല്ല കറി, തേങ്ങ അരച്ച നല്ല കറി, അങ്ങനെയല്ല വേണ്ടേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ ഒറോട്ടി പരിപാടി അവിടെ നടക്കുന്നുണ്ട്. പിന്നല്ലേ നമ്മൾ രാവിലെ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് മുതൽ നമ്മളെ വീട്ടിൽ രാവിലെയാണ്. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ആക്കും, പിന്നെ കുറച്ച് വൈകിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ്, അലക്കൽ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് സമയം വെറുതെ നിന്ന് അല്ലെങ്കിൽ മുറ്റത്തൊക്കെ പോയി അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തവരൊക്കെ ആയിട്ട്, അതായത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ സംസാരിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പണി തുടങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വന്നപ്പോൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ രാവിലെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാകും കേട്ടോ. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ടാവും, അടുത്ത ആൾ ഇനിയിപ്പോൾ അതിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ അതിലേക്കുള്ള കറി ആക്കുന്നുണ്ടാവും. ഒന്നോ രണ്ടോ പേര് നമ്മൾ എല്ലാവരും ആയിരുന്നപ്പോൾ കാര്യം കേട്ടോ ഞാൻ പറയാം. അതായത് ഞാൻ വന്ന സമയത്തുള്ള കാര്യം. ഒന്ന് രണ്ട് പേര് അലക്കുന്നുണ്ടാവും. അതായത് ഒരാൾ ഒലുമ്പുന്ന്, ഒരാൾ അലക്കി കൊടുക്കുന്നു, അങ്ങനെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പോൾ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളെ മുറ്റടിക്കൽ, അലക്കൽ, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനത്തെ ഇനിയിപ്പോൾ ലഞ്ചിനുള്ള ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടാണ് കേട്ടോ ഞാനും ഇപ്പം നമ്മളെ വീട്ടിലത്തെ എന്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വന്നിട്ടുള്ള വീട്ടിലത്തെ അതല്ലേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഞാൻ കണ്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. പിന്നെ നമ്മൾ ആളുകളുടെ എണ്ണം കുറയും, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ അങ്ങനെയാവും. അതുപോലെ തന്നെ ഫുഡിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. കുറേ ഉണ്ടാക്കണ്ട, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഉണ്ടാക്കിയാൽ മതിയാവും. അങ്ങനെ പക്ഷെ പണികളും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും അല്ലേ. എന്താ പറയുക, ഫുഡ് ഇനിയിപ്പോൾ ഒരാളായാലും രണ്ടായാലും ഫുഡ് നമുക്ക് ഉണ്ടാക്കണം. അത് എണ്ണത്തിൽ കൂടുതലുണ്ടാവും, ഐറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആ ഒരു രീതി എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. വേഗം പണി തീരുന്നത് ആ ഒരു മെത്തേഡെന്നാണ് എനിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പം നമ്മളിവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണികളൊക്കെ വേഗത്തിൽ തീരും. രാവിലെ തന്നെ പണികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റലുണ്ട്. അല്ലാണ്ട് നമ്മൾ ഓരോന്ന് നോക്കി കുറച്ച് സമയം വെറുതെ നിന്ന് കുറച്ച് സമയം ടി വി ഉണ്ട് അങ്ങനെ പോകുമ്പോൾ അല്ലേ നമ്മളെ പണികളൊക്കെ പെൻഡിങ് ആയി പോകും. പിന്നെ ആ രാവിലത്തെ ആ ഉഷാറും കാര്യങ്ങളൊക്കെ അതങ്ങ് വിട്ടുപോകും. പിന്നെ അപ്പോഴാണ് നമുക്കൊരു മടുപ്പ് വരിക, പണിയുണ്ടല്ലോ കുറേ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ആ എനർജി, രാവിലെ ഉണ്ടാകുന്ന എനർജി ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് പിന്നീട് കിട്ടില്ല. ആ ഒരു എനർജിയിൽ നമ്മളെ പണികളൊക്കെ തീർന്നു പോകണം അല്ലേ. അതൊന്ന് ചെയ്തു നോക്കട്ടെ. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും അങ്ങനെ ചെയ്തു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. രാവിലെ നേരത്തെ എണീറ്റിട്ട് രാവിലെ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് ചെയ്തു വെക്കുക. എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. നമ്മൾ ഫാമിലീൻ്റെ കൂടെ ഇരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനൊക്കെ ഉള്ള ടൈം നമുക്ക് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മടിയുള്ളവർ ഉണ്ടെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മളെ തെങ്ങിൽ വലിയൊരു മട്ടലുണ്ടായിരുന്നു കേട്ടോ, ഓലയ്ക്ക്. അത് ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ ഇങ്ങനെ വലിച്ചതാണ് കേട്ടോ. അതായത് അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് അതിങ്ങ് താന്ന് വീണു. അപ്പോൾ അത് വെയിറ്റ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ചട്ടീൻ്റെ മുകളിൽ കൂടെ വീണു കേട്ടോ. അപ്പോൾ ഇത് കണ്ട ചട്ടി ഒരു ചട്ടി പൊട്ടിപ്പോയിട്ട്, ഇതെപ്പോഴും ഉള്ളതാണ് ഇവിടെ. ഒന്നുകിൽ നമ്മൾ എടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ താനേ വീഴും. താനേ മട്ടലോ തേങ്ങയോ എന്തെങ്കിലുമൊക്കെ വീണിട്ട് ഇങ്ങനെ അന്തൂരത്തിൻ്റെ പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ഞാനും റഫീക്കും പറയും, മട്ടൽ ഉണങ്ങുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ തേങ്ങ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്കത് പറിക്കണം. ആ ഒരു തെങ്ങത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയും. പക്ഷേ തേങ്ങ വീണിട്ടോ അല്ലെങ്കിൽ മട്ടൽ വീണിട്ടോ ആണ് നമ്മൾ അറിയുക. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ആ ഒരു ഇതില്ല, അത് ബെൻഡായിട്ടുണ്ട്. ആ ഒരു നമ്മുടെ എന്താ പറയുക ഒരു സ്റ്റാൻഡ്, അത് ഞാൻ പിന്നീട് കാണിച്ചു തന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു മുന്നേ.
ഇതിപ്പോൾ റഫീക്ക നല്ല വണ്ടി കഴുകലാണ് കേട്ടോ. ഇത് അധിക ദിവസം ഇവിടെ ഉണ്ടാകുന്ന കാര്യമാണ്. വണ്ടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് എടുക്കണം, ക്ലീൻ ആയിട്ടുള്ള വണ്ടിയിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അധിക ദിവസം ഇങ്ങനെ രാവിലെ വണ്ടി കഴുകൽ ഇവിടെ ഒരു ചടങ്ങാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും ഇതന്നെയാണ് കേട്ടോ അവസ്ഥ. പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഉണ്ടാകും. അതിങ്ങനെ നന്നായിട്ട് കഴുകി ഉള്ളും പുറമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും. അപ്പോൾ റഫീക വണ്ടിയൊക്കെ കഴുകി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ മീൻസ് റമൽത്ത ഒറോട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇനി ഞാൻ കറിയും അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ, കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട് അകത്ത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർ അന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് അവർ പോയത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തേങ്ങ, ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ അരച്ചു വയ്ക്കണം, അതൊക്കെയാണ്. പിന്നെ എന്താണ് കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ അത് ഞാൻ പറയാൻ മറന്നുപോയി. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്പോൾ വോയിസ് കൊടുത്തിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ലോങ്ങിൽ ക്യാമറ വെക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം അതിലെന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇൻഷാല്ലാ അതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് അങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യാം. ചിലരൊക്കെ അത് ഭയങ്കര നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വോയിസിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ ടൈപ്പ് വീഡിയോ ഇടയ്ക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും, ആ ഒരു കറക്റ്റ് ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. ചെയ്യുന്ന കാര്യമൊക്കെ സെയിമാണ്, പക്ഷെ അത് കിട്ടും. പിന്നെ ചിലർ പറഞ്ഞു ആ ഒരു വോയിസിൻ്റെ ആ ഒരു എനർജി അവർക്ക് കിട്ടുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും സോറി. ആ ഒരു വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും നമ്മളെ സ്ഥിരം വ്യൂവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അകത്തേക്ക് വന്നു. നമ്മൾ ചിക്കൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മല്ലിയും ഒരു 3 ടീസ്പൂൺ മല്ലിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കുരുമുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും, പിന്നെ ചിക്കനിലേക്ക് 2 സവാള, ഒരു 3 പച്ചമുളക്, ഇത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ റമദാനിലെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. മുളക് പൊടി ചേർക്കുന്നേ ഇല്ല കേട്ടോ ഇതിൽ. എന്നിട്ട് ചിക്കൻ വെന്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങയിൽ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ ചേർക്കേണ്ടത്. ചെറിയ ജീരകം, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ച് വയ്ക്കും. വറുത്തരച്ചല്ല കേട്ടോ, പച്ച തേങ്ങയിലാണ് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറവിട്ടെടുക്കും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാട്ടോ. അത് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ ഞാൻ കറിയും കൂടെ ഒന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോ ഇടാത്തതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. തിരക്ക് മീൻസ് കല്യാണങ്ങൾ, കുറച്ച് ലോങ് കല്യാണങ്ങൾ, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, കൊടുവള്ളി ഒക്കെ ഓരോ ദിവസമല്ല കേട്ടോ. അതിങ്ങനെ കൊടുവള്ളിയുള്ള കല്യാണത്തിൻ്റെ അന്നല്ല കോഴിക്കോട് കല്യാണം. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ യാത്രകളും, പിന്നെ വീട്ടിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളും എന്താ പറയുക, ചില സമയത്ത് എനിക്കും വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല നമ്മളെ ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു എനർജി കൈവരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇതായതുകൊണ്ട് ഞാൻ പിന്നെ മാത്രമല്ല വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളും കാണുന്നവരും കുറച്ച് ബിസി ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മാഷാ അല്ലാഹ് ഒരുപാട് പേര് യൂട്യൂബിലാണെങ്കിലും എൻ്റെ നേരിട്ടിട്ടാണെങ്കിലും ഒക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്താണ് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സന്തോഷം, എന്നെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റഫീക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി. നമ്മളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം റമൽത്ത കുറച്ച് ഓലയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചൂലിന് വേണ്ടിയിട്ട് ആക്കുകയെന്ന്. പിന്നെ നമ്മളെ ഇതില്ലേ പട്ട കവുങ്ങിൻ്റെ അതുകൊണ്ട് ചൂലുണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മുറ്റം അടിക്കാൻ ഇനി വെയിലായി കഴിഞ്ഞാൽ ഈർക്കൽ ചൂലുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് കുറ്റിയാവും കേട്ടോ. നീളം വേണം ചൂലിന്, അപ്പോൾ അത് കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ റമൽത്ത വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ കുറേ നാൾ അടിച്ചു വരാൻ വേണ്ടി പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചൂല് കേട്ടോ. ഫ്രണ്ട് ആ ഏരിയയിലൊക്കെ അടിക്കാൻ ഭയങ്കര നല്ലതാട്ടോ ഇങ്ങനത്തെ ചൂല്. അപ്പം അങ്ങനത്തെ 2 ചൂല് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഇതാ ഇങ്ങനത്തെ ഓരോ പണികൾ, അടുക്കളയിൽ കുട്ടികൾ പാത്രം കഴുകുന്നുണ്ട്, ഒരു ടീം അടിച്ചു വരുന്നുണ്ട്. അങ്ങനെ റഫീക്ക പോയിട്ടോ. ഇനിയിപ്പോൾ കല്യാണീച്ചിനെ വിളിച്ചിട്ടൊന്നും മുഴുവൻ വെള്ളിയാണ് കേട്ടോ. കല്യാണീച്ചിനെ വിളിച്ചിട്ട് തോട്ടമൊക്കെ ഒന്ന് നന്നാക്കണം, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കാനുണ്ട്. പുറം ഭാഗം നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് തോട്ടത്തിലെ കാട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അവർക്ക് കല്യാണിച്ചിക്ക് തൊഴിലുറപ്പിൻ്റെ പണിയാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് ഇട്ടതാണ്. ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ പരിസരം. അപ്പം ഞാൻ പറഞ്ഞു ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. നിങ്ങളും ബിസിയാണല്ലോ, ഓരോ യാത്രകളും ആളുകൾ കല്യാണം അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ലഞ്ചിൻ്റെ കാര്യം നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെമ്മീൻ വറുത്തരച്ച കറിയില്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ നമ്മൾ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ വറുത്തരച്ച കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റൈസ്, ഞാൻ വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലാന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ റൈസ് നിങ്ങൾക്ക് മനസ്സിലായോ, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാനത് പറയണം. അടിപൊളി റൈസാട്ടോ. മന്തി നമ്മൾ ഉണ്ടാക്കുന്ന രീതി അതാണെങ്കിൽ കൂടിയിട്ട് മസാലയും എല്ലാം തികച്ചും വ്യത്യാസമാണ്, ടേസ്റ്റും ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ. മന്തിയുടെ ടേസ്റ്റേ അല്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. ഞാനതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾ കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ ഞാനിന്ന് നാളേക്കായിട്ട് തരുന്നതാണ് കേട്ടോ. കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാനത് ചെയ്തു തരാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയണം കേട്ടോ. അത് അടിപൊളി റൈസാണ്, അത് മിസ്സാക്കരുത്. ഭയങ്കര സിമ്പിളും അല്ലേ, എന്നാൽ മന്തിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കറി വെക്കാനുള്ള ചെമ്മീൻ വറുത്തരച്ച കറി വെക്കാനുള്ള മസാലയൊക്കെ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനിട്ട് ഉള്ളിയും തക്കാളിയും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് അരിഞ്ഞത് ഉപ്പേരിക്ക് ഇപ്പുറത്തും ചട്ടി വെച്ചു. അപ്പോഴാണ് ഇവിടെ മൊത്തത്തിലൊരു സംസാരം, ചെമ്മീൻ കറി അങ്ങനെ വേണ്ട, ചെമ്മീൻ ബിരിയാണി മതി എന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും വിചാരിച്ചു എല്ലാവരും ഉണ്ടാകുമ്പോൾ അത് രസമല്ലേ, പിന്നെ വലിയ ചെമ്മീനുമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കറിയില്ലേ അത് ഞാൻ തിളപ്പിച്ചിട്ട് വേവിച്ചു, ആ മസാല വേവിച്ചിട്ട് ഇനി ഞാൻ വിചാരിച്ചത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. എന്നിട്ട് നാളെ അത് ചെമ്മീൻ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് കറിയാക്കാമെന്ന് വിചാരിച്ചു. ക്യാബേജ് കട്ട് ചെയ്തത് അങ്ങനെ കഴുകിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇന്നലെ അങ്ങനെ ഹെവി ആയതുകൊണ്ട് ഇന്ന് ലൈറ്റ് ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ബിരിയാണി, ഇനിയിപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ്. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. മസാലക്കുള്ളത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ആ ചെമ്മീൻ ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ മസാലക്കുള്ളതൊക്കെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഇതിൽ ഞാൻ ഗീ റൈസും കൂടെ ഉണ്ടാക്കട്ടെ. പിന്നെ ദം ചെയ്തെടുത്താൽ മതിയല്ലോ, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ. നല്ല പെർഫെക്റ്റ് ഗീ റൈസിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, റെസിപ്പിയൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. കിട്ടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ റൈസൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ ഒരു കിലോ റൈസേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ അതവിടെ റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക, ആ ഒരു പരിപാടിയുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി കൊടുത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ബിരിയാണിയിൽ, കാരണം ഒരുപാട് കളറായി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്തത് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു വഴന്ന ടേസ്റ്റൊക്കെ നമ്മളെ ഉള്ളി അതിനൊക്കെ വരും കേട്ടോ. ആ ഒരു ഗ്രേവി ടൈപ്പ് മസാലയാണ് എപ്പോഴും ഏത് ബിരിയാണി ആണെങ്കിലും വേണ്ടത്. അപ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ആ ഒരു സോഫ്റ്റ്, ആ ഒരു കുഴഞ്ഞ ബിരിയാണി നമുക്ക് കിട്ടൂലേ, നല്ല മസാലയൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ബിരിയാണി കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു മസാല, ഏത് ബിരിയാണി ആണെങ്കിലും ആ മസാല കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിരിക്കണം കേട്ടോ. ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഈ വരട്ടിയെടുക്കുന്ന ചിക്കനൊക്കെ വരട്ടിയെടുക്കുന്ന പോലുള്ള ആ ഒരു വരട്ട് ടൈപ്പിൽ നമ്മൾ മസാല ഉണ്ടാവരുത്, കുറച്ചുകൂടെ ഗ്രേവി ആവണം കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വേവിച്ചതിൽ വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ചെമ്മീൻ വേവിക്കുമ്പോൾ ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തില്ലേ, അതിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ആ വെള്ളം നിങ്ങൾ പകുതി ചോറിലേക്കും കുറച്ചെടുത്തോ, കുറച്ച് മസാലയിലേക്കും എടുത്തോ കേട്ടോ. ഇനി വെള്ളം ഒട്ടും ഇല്ല എന്നിട്ടും വെള്ളം ഇല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. മസാലയിൽ അങ്ങനെ ഉണ്ടാവണം, കുറച്ചൊരു വെള്ളം ഉണ്ടാവണം. അപ്പോൾ റൈസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ മസാലയും സെറ്റാണ്. ഇനി അതിലേക്ക് നമ്മളെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു വെള്ളം ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതാണല്ലോ, ചെമ്മീൻ അതിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് മസാലയിലേക്ക് വരും. അപ്പോൾ നമ്മളെ മസാല സെറ്റ് ഇനി 1 മിനിറ്റ് ഒന്ന് ഞാൻ സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ആ മസാലയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഗീ റൈസ് എയറെല്ലാം പോയി റെഡിയാവും. നമ്മുടെ അതിന് കൂടെ കൂട്ടാനുള്ള
സാലഡ് ഉണ്ടല്ലോ അതും കൂടെ റെഡിയാക്കി എടുക്കട്ടെ. ഒന്നുമില്ല, കുറച്ച് തൈരിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില പുതിനയില ഞാൻ ബിരിയാണിക്ക് എടുത്തതെന്ന് കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാത്ത ലഞ്ചാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കിയാലോ ചെമ്മീൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ബിരിയാണി വെക്കൽ മാത്രമാണ് കേട്ടോ. എന്താ പറയുക, വറുത്തരച്ച കറിയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതൊക്കെ സെക്കൻഡാണ്. ഏറ്റവും ഇഷ്ടം ബിരിയാണി. അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ചെമ്മീൻ ബിരിയാണിയല്ല എല്ലാവർക്കും ഇഷ്ടം. അത് ചെമ്മീൻ ഒരുപാടില്ലെങ്കിലും നമുക്ക് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ പിന്നെതാ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് എല്ലാവരും ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ. ഓരോ ദിവസം ഓരോന്ന് പ്ലാൻ ചെയ്യുക, നമ്മൾ ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, ഓരോ രാത്രിയൊക്കെ ഓരോ കളികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മളും ഇവരതിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും ഞാൻ ഇവരെ കൂടെ തന്നെ നിൽക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയത്. ഇനിയിപ്പോൾ അതാ ഇതില്ലേ, നമ്മൾ രാത്രി മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഒന്ന് വെറുതെ പോവാണ് കേട്ടോ. വെറുതെ പുറത്തേക്ക് പോവാണ്, ജസ്റ്റ് ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ഒരു ചായ കുടിക്കുക, അങ്ങനെയൊക്കെ നെസ്റ്റോയിൽ കറങ്ങുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടത്. ഇതൊക്കെ കടകൾ നല്ല രസമാണ് ഈ ഒരു സമയത്ത്. ഇത് ഗ്രീൻ ആപ്പിളാ. മാംഗോ അച്ചാറിടാൻ. പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചോ. അപ്പോൾ നമ്മൾ നെസ്റ്റോക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വേറൊരു ഷോപ്പ് കണ്ടപ്പോൾ അതിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ റോള്, നമ്മൾ ഈ പൊറോട്ട വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് അല്ലേ, അത്, കട്ട്ലറ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് കഴിക്കണം എന്നായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചു. എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ നല്ല രസമല്ലേ. ആ ഒരു ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ ആ ഒരു ഇടയിലായിരുന്നു കേട്ടോ നമ്മളെ പുറത്തു പോക്കും ഒക്കെ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന സമയം. ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ആ ഒരു സമയത്ത് ടൗണിൽ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാഴ്ചകൾ കാണാൻ. നല്ല സ്റ്റാറൊക്കെ തൂക്കിയിട്ടിട്ട് ഷോപ്പുകളും ഓരോന്നിലും അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും ന്യൂ ഇയറിൻ്റെ തലേ ദിവസമൊക്കെ എനിക്ക് ടൗണിൽ റഫീഖാൻ്റെ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ കൂടെ ഉള്ളത് ഏട്ടൻ്റെ 2 മക്കളും റമൽത്താൻ ചെറിയ പെങ്ങളെ 2 മക്കളുമാണ് കേട്ടോ. അതായത് മച്ചു, ആദി, നന്നു, അമി. അപ്പോൾ റഫീഖ ടൗണിലുണ്ട് കേട്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് റഫീഖ ടൗണിലുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും, നെസ്റ്റോലൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും റഫീഖാൻ്റെ കഴിഞ്ഞ് റഫീഖ നമ്മളെ കൂട്ടും. അതാണ് നമ്മളെ പരിപാടി. ഇനിയിപ്പോൾ നെസ്റ്റോൻ്റെ ഫ്രണ്ടിലുള്ള അവിടെ നമ്മളെ കോണില്ലേ അതുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടറും സാൾട്ടൊക്കെ ഉള്ള ആ ഒരു ഇത് എല്ലാവരും കൂടെ ഓർഡർ ആക്കിയതാണ്. അപ്പോൾ അതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ ഉദ്ദേശമല്ല കേട്ടോ. എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അൽക്കുലത്ത് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വാങ്ങി കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശം. ഫുഡെല്ലാം വീട്ടിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിത്തരില്ല, കാര്യം വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് ആക്കും. അതുകൊണ്ട് എന്തായാലും ഫുഡ് നമുക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുകയാണ്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏട്ടത്തിൻ്റെ ആ വഴി വന്നപ്പോൾ വീടൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ അവർ സ്ഥിരം വ്യൂസാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കോണ്ടാക്ട് നമ്പർ അവർ ഏട്ടത്തി കൊടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി, സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാണാൻ പറ്റിയിട്ടില്ല, ഇൻഷാ അല്ലാഹ് കാണണം. അന്ന് നമ്മൾ കണ്ണൂർ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ സംസാരിച്ചു. ഒരുപാട് സന്തോഷമായിട്ടാണ്.
അവരെന്തായാലും വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാലും ജസ്റ്റ് ടൗണിൽ ഇറങ്ങിയാൽ അങ്ങനെ ഏതൊരു കല്യാണത്തിന് പോയാലും ഓരോരുത്തർ വന്നിട്ട് നമ്മളോട് ജംഷി റെസിപ്പി ജംഷിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അധികവും റഫീഖാനെ കണ്ടിട്ടാണ് കേട്ടോ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് പെട്ടെന്നൊന്നും കിട്ടൂല സംസാരിക്കാൻ. അവരോട് എന്താ ചോദിക്കേണ്ടത്, എന്തെല്ലോ ചോദിക്കാനുണ്ട്, പക്ഷേ എന്താ ചോദിക്കേണ്ടത്, നമ്മളെ വീഡിയോനെ കുറിച്ചൊക്കെ ചോദിക്കും. പക്ഷെ അവരിങ്ങോട്ട് പറയും, കാര്യങ്ങളൊക്കെ പറയും. ചിലർക്കുണ്ട് ഇങ്ങോട്ട് പറയാനും എന്തെല്ലോ മടിയായിരിക്കും. അങ്ങനെ ചിലരിങ്ങനെ നോക്കും പക്ഷേ അടുത്തേക്ക് വരില്ല. അങ്ങനെ ചിലർ വേഗം വരും. അങ്ങനെയൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കും നിങ്ങളെ കാണുന്നതും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴുള്ള പോലെ തന്നെ എനിക്കുണ്ട് നിങ്ങളെ കാണുമ്പോൾ ആ ഒരു സന്തോഷം. അപ്പോൾ ഇതില്ലേ ഇപ്പോൾ കണ്ടത് അത് റഫീഖാൻ്റെ മൂത്ത പെങ്ങളെ മോനാണ് കേട്ടോ. അപ്പോൾ അവനെ നെസ്റ്റോയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ 1-2 സാധനങ്ങൾ എനിക്ക് നോക്കാനുണ്ട്. പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അവർ ഫുൾ ചുറ്റി കറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് തന്നെയാട്ടോ, ഒന്നും പറയണ്ടല്ലോ. ഫോട്ടോ കുറേ ഫോട്ടോസ് ഇട്ട് പറ്റിയൊരു സ്ഥലവും കിട്ടിയിട്ടോ. നെസ്റ്റോൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മളുള്ളത്. അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത്. ഇപ്പോഴത്തെ കുട്ടികൾ ഫോട്ടോ എടുത്താൽ ഇവർക്ക് മതിയാവില്ലല്ലോ. ലാസ്റ്റ് ഞാൻ ഫോൺ വാങ്ങിയിട്ട് പോവാട്ടോ ചെയ്യുക. അപ്പോഴാണ് അവർ നിർത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുത്തു. കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ പെങ്ങളെ മോനൊന്നും അറിയില്ല, ഓനും ഉണ്ടായിരുന്നു കേട്ടോ. ഓനും നമ്മളെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഇതാ ലാസ്റ്റ് ഓനെക്കൊണ്ട് നിസാമിനെ കൊണ്ട് ഐസ്ക്രീം വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ അവർ. ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പുതിയ വീഡിയോസൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളൊരു ലൈക്കും നിങ്ങളെ കമൻസും അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു നൈറ്റ് വൈബ് എന്നൊക്കെ പറയാം, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്നും നമ്മൾ വീട്ടിലിരിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ടെൻഷനെല്ലാം മാറ്റി വെച്ച് ഫുള്ള് ഹാപ്പി ആവുക കേട്ടോ. എന്ത് രീതിയിലാണ് ഇപ്പോൾ ടെൻഷനില്ലാത്ത ആളുകളില്ല അല്ലേ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും, പക്ഷേ അങ്ങനെയല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. ആരും പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പരിശുദ്ധ കതിരൊളി ബദറല്ലേ, പരിമള സുലഭിലെ കാവല്ലേ, പെരിയോന്റെ കുതിസിലെ മയിലല്ലേ. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവേ മരുഭൂമിയിലെ ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക മരങ്ങൾ വരി വരി വരിയായി. ഒന്ന് കിടക്കുന്നു.